മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് പുത്തൻചന്ത LDF സ്ഥാനാർത്ഥി ബെന്നി നെയ്യൂർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ എല്ലാ മേഖലയിലും വികസനമാണ് കാഴ്ചവെച്ചത്. നടപ്പിലാക്കിയ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ തുടർഭരണം അനിവാര്യമാണെന്ന് ബെന്നി പറയുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ 6.5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകി. ഇനിയും വീടില്ലാത്ത എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും. മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതാണ് പ്രാധാന്യം. ടൂറിസത്തിന് പ്രാധാന്യം നൽകുമെങ്കിലും ചെക്ക് ഡാം ഉയർത്തിയുള്ള ടൂറിസം പദ്ധതി അനുവദിക്കില്ല. മണിമലയാറിലെ മലിനീകരണത്തിന് ശാശ്വത പരിഹാരം കാണും. പുത്തൻചന്തയിലെ വികസന കാഴ്ചപ്പാട് ബെന്നി നെയ്യൂര് ജനുവരി 2025 പങ്കുവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ബെന്നി നെയ്യൂര്, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് പുത്തൻചന്തയിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ മത്സരിക്കുകയാണ്. എന്നോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രസന്ന ഷിബുവും, കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മുണ്ടക്കയം ഡിവിഷനിലേക്ക് K രാജേഷും ചുറ്റു അരിവാൾ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ആദ്യമായി തന്നെ ഈ 3 പേരെയും വർദ്ധിത ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടും സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ മത്സരിക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് നിന്ന് പറയുക. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ഈ നാട്ടിലെ എല്ലാ ഇടവഴികളും ഓരോ വീടുകളുടെയും ആൾക്കാരുടെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ആളാണ് ഞാൻ. 20 വർഷക്കാലമായി തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഈ നാട്ടിൽ നിൽക്കുന്നവരാണ്. അവരുടെ എന്താവശ്യത്തിനും ഏത് സമയത്തും. എൻ്റെ പ്രിയ സുഹൃത്തും UDFൻ്റെ സ്ഥാനാർത്ഥിയുമായ ശ്രീ ബെന്നി ചേറ്റുവഴിയാണ് ഇവിടെ മത്സരിക്കുന്നത്. ചേറ്റുവഴി മത്സരിക്കുമ്പോൾ എൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ തുടർച്ചയായി 20 വർഷമൊന്നും ജനപ്രതിയൊന്നും ആയിട്ടില്ല. ബാങ്കിലെ ബോർഡ് മെമ്പർ സ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റികളുടെ മെമ്പർ സ്ഥാനമോ ഒന്നും ആയിട്ടില്ല. ഇത് കാരണം ജനപ്രതിനിധി എന്ന് പറയുന്നത് സ്വന്തം കുടുംബമഹിമ വെളിപ്പെടുത്താൻ ഒരു അലങ്കാരം പോലെ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമല്ല. ഇവിടെ ശ്രീ ബെന്നി നേരിടുന്ന പ്രധാന വിഷയം, ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 6-ാം വാർഡിൽ ജനറൽ സീറ്റായപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തനമാണ്, അദ്ദേഹത്തിന് സീറ്റ് നൽകാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. ഈ 1.5 വർഷക്കാലമായി പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടുത്തെ വാർഡ് മെമ്പറുമായി സഹകരിച്ച് പുത്തൻചന്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. ഈ പ്രാവശ്യം വന്നപ്പോഴും അദ്ദേഹത്തിന് സീറ്റില്ല. അദ്ദേഹം ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്നെല്ലാം വിട്ട് ഇലക്ഷൻ രംഗത്തൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് സ്ഥിരമായി ഒരു ജനപ്രതിനിധിയായി നിന്നാൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റൂ എന്നുള്ളൊരു ധാരണ ആദ്യമേ മാറ്റണം. വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അവസരം കൊടുക്കാത്തതാണ് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം. രണ്ടാമതായി ഒരു കുടിവെള്ള പദ്ധതിയുടെ കാര്യമാണ് ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. ശ്രീ എതിർ സ്ഥാനാർത്ഥി എൻ്റെ പ്രിയ സുഹൃത്ത് ബെന്നി ഉൾപ്പെടെ. അത് വേക്കുന്ന കരിങ്ങാറ്റം പുത്തൻചന്ത ഭാഗങ്ങളിലാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 15 വർഷമായി UDFൻ്റെ ജനപ്രതിനിധിയാണ് പുത്തൻചന്തയെ പ്രതിനിധീകരിച്ചത്. അന്നും ഈ പ്രശ്നം ഇവിടെയുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇപ്പോൾ പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ജനങ്ങൾക്ക് അതിൻ്റെ മുമ്പിലെ കാപട്യം ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വേക്കുന്നലെ പ്രശ്നം എന്ന് പറയുന്നത് ഏതാണ്ട് 40-40 വർഷം മുമ്പ് വാട്ടർ അതോറിറ്റി ഇട്ട മണ്ണിനടിയിലൂടെ ഇട്ട GI പൈപ്പാണ്. വാട്ടർ അതോറിറ്റി പമ്പിങ് നടത്തുന്നുണ്ടെങ്കിലും ആ GI പൈപ്പിൻ്റെ കാലപ്പഴക്കത്താൽ പലയിടത്തും അത് പൊട്ടിപ്പോയി നമ്മുടെ വേക്കുന്നല ടാങ്കിലോട്ട് വെള്ളം കയറുന്നില്ല എന്നുള്ളതാണ്. അതിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ആദ്യത്തെ പദ്ധതി, ഈ പദ്ധതി കഴിഞ്ഞ ഭരണസമിതിയുടെ പദ്ധതിയാണ്, കഴിഞ്ഞ വാർഡ് മെമ്പറുടെ പദ്ധതിയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്താണേലും അടുത്ത മാർച്ചിന് മുമ്പാണ് അത് പദ്ധതിയിൽ. അതിനാവശ്യമായ തുക വകയിരുത്തി വേക്കുന്നിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കും. രണ്ടാമത് വേക്കുന്നിലൊരു കുളമുണ്ട്. ബഹുമാനപ്പെട്ട K രാജേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പം പൂർത്തീകരിച്ച ഒരു കുടിവെള്ള പദ്ധതിയാണ്. വേനൽക്കാലത്ത് അതിനൊരു വെള്ളം കിട്ടാത്ത അവസ്ഥയും എല്ലാവർക്കും സുലഭമായി ലഭിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം, ആ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് SC പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ പദ്ധതിയാണ്. പഴവിണ്ടൊക്കെ മേലോട്ടും കുടിവെള്ള കണക്ഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും പേർക്കുള്ള ഒരു സോഴ്സ് ആ വെള്ളത്തിനില്ല. എൻ്റെ അകത്ത് ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, പഴയ മുണ്ടക്കയത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ സ്റ്റോർ ചെയ്യുന്ന ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്.
പഴയമുണ്ടക്കയത്താണ് കുടിവെള്ള പദ്ധതി എന്ന് പറയും. പഴയമുണ്ടക്കയത്താണ് അതിൻ്റെ ടാങ്ക്, കിണർ. അവിടുന്ന് ജലം പമ്പ് ചെയ്ത് 6-നക്കരെയുള്ള 3-4 വാർഡുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും വെള്ളം സുലഭമായി ലഭിക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാരണം പറയട്ടെ, ആ 4-ാം വാർഡിൽ കുടിവെള്ള സ്രോതസ് ഇരിക്കുകയും എന്നാൽ അതിൻ്റെ തൊട്ട് കീഴെ ഇരിക്കുന്ന പഴയമുണ്ടക്കയംകാർക്ക് അതിൽ നിന്നൊരു കണക്ഷൻ കൊടുത്തിട്ടില്ല. ആ പദ്ധതിയുടെ ഫലകത്തെ നോക്കി അറിയാം 4-ാം വാർഡും അതിൻ്റെ കസ്റ്റോഡിയൻ, 4-ാം വാർഡിലെ ജനങ്ങളും അതിൻ്റെ കസ്റ്റോഡിയനാണ്. ആ വിഷയം ഉയർത്തിക്കാട്ടി പല പ്രാവശ്യം അന്നത്തെ വാർഡ് മെമ്പർ ഷിവാ ദിഫൈനോടും അങ്ങേ സൈഡിലുള്ള 3-ാം വാർഡ് മെമ്പർ ജിജി നിക്കോളസിനും അവിടെ ഒരു കണക്ഷൻ കൊടുക്കാനുള്ള ഏർപ്പാട് നിങ്ങൾ ചെയ്യണം, അതിനാവശ്യമായ തുക ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനുഭവിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പലതവണ കളക്ടറേറ്റിൽ ഉൾപ്പെടെ കയറി ഇറന്നിട്ടും ഇവരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ആ പദ്ധതി നടപ്പാക്കാൻ പറ്റി. ഒരു കാര്യം ഉറപ്പു പറയുന്നു, LDFിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനിവിടെ ഉണ്ടായാൽ ആദ്യം തന്നെ ആ ജലസ്രോതസ്സിൽ നിന്നും പഴയമുണ്ടക്കയംകാർക്ക് ആവശ്യമായുള്ള ഹൗസ് കണക്ഷൻ കൊടുക്കാനുള്ള ഇടപെടലുണ്ടാവും. ആ പഴയമുണ്ടക്കയംകാർക്ക് അവിടുന്ന് ജലം കിട്ടുന്ന സമയം കൊണ്ട് വേക്കുന്നേരെ കണക്ഷൻ വേക്കുന്നുകാർക്കാകുമ്പം ആ പദ്ധതി നമ്മളെ സുഖമായി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ 2500 കോടി രൂപയുടെ ജലജീവൻ പദ്ധതിയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിമലയാറ്റിൽ മൂരിക്കയത്ത് വലിയ ചെക്ക് ഡാമിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ഹാരിസൺ കോർപ്പറേഷൻ വിട്ടുകൊടുത്ത വെള്ളനാടിയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പണിയും ഏകദേശം തീരാറായി. ഏതാണ്ട് 65 കിലോമീറ്ററോളം മെയിൻ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരു 1-2 വർഷത്തിനകം ഫിൽട്ടർ ചെയ്ത കുടിവെള്ളം, അതായത് മിനറൽ വാട്ടറിന് തുല്യമായ കുടിവെള്ളം ഈ വാർഡിലെ എന്നല്ല ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ട് പഞ്ചായത്ത് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ജയിച്ചു വന്നാൽ ആ പ്രവർത്തനത്തിൽ നേരിട്ട് നൽകും. പിന്നെ ഒരു വിരോധാഭാസമായ ഒരു കാര്യം എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞത്, കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതി ചെക്ക് ഡാമിൽ കൊട്ടവഞ്ചിയും പെടൽബോട്ടും ഉൾപ്പെടെ ചെക്ക് ഡാമിൻ്റെ ഉയരം കൂട്ടി ടൂറിസം പദ്ധതി ആരംഭിക്കും, പക്ഷേ അത് കൊട്ടവഞ്ചി പോയിട്ട് ഒരു കൊട്ട പോലും വാറ്റിലെടുത്തിട്ടില്ല എന്ന്. വളരെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ ഈ പദ്ധതിക്ക് പഞ്ചായത്ത് പണം അനുവദിച്ചതാണ്. അന്നേരമാണ് പുത്തൻചന്തയെ വിഴുങ്ങിയ മഹാപ്രളയം ഉണ്ടാകുന്നത്. അന്നേരം ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്താണ് ചെക്ക് ഡാമിൻ്റെ ഉയരം യാതൊരു കാരണവശാലും കൂട്ടാൻ പറ്റില്ല, ചെക്ക് ഡാമിൻ്റെ ഉയരം കൂട്ടിയാൽ വീണ്ടും പുത്തൻചന്ത നിവാസികളെല്ലാം ഒരു മഴ പെയ്താൽ പ്രളയത്തിൽ മുങ്ങുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ പാർട്ടി ശക്തമായിട്ട് എതിർത്തിട്ടാണ് ആ പദ്ധതി വേണ്ടെന്ന് വെച്ചത്. ഇനിയിപ്പോൾ ആര് ഭരണസമിതി വന്നെന്ന് പറഞ്ഞാലും ആര് എത്ര വലിയ ഉന്നതനാന്ന് പറഞ്ഞാലും ചെക്ക് ഡാമിൻ്റെ ഉയരം ഒരടി കൂട്ടാൻ ഇവിടുത്തെ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അനുവദിക്കില്ല. അത് പാർട്ടിയുടെ നയമാണ്. അവിടെ 100 കണക്കിന് സാധാരണക്കാരായ കുടുംബങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ജുമാ മസ്ജിദ്, ഇപ്പം തന്നെ ഒരു ദ്രാമഴ പെയ്താൽ പിള്ളേർ മറ്റേ ഓതാൻ പോകുന്ന മുറിക്കകത്ത് ആദ്യമേ വെള്ളം കയറും, പിന്നെ ഒരാഴ്ചത്തെ പണിയാണ്. അപ്പോൾ പുത്തൻചന്തയുടെ ഒരു പൾസ് അറിയാതെ, മണിമലയാറിൻ്റെ ഒരു ഗതി അറിയാതെ എന്തേലും വീമ്പടിക്കുക എന്നുള്ളത് ഈ പുത്തൻചന്ത ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. രണ്ടാമതായി പറയാനുള്ളത് ഇവിടുത്തെ വികസന കാര്യങ്ങളെ പറ്റിയാണ്. വികസന കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, 15 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളാണ് ഉണ്ടാകുന്നത്. അവർക്കൊന്നും ഇതുവരെ തോന്നാത്ത വലിയ ആവേശം ഇപ്പം തോന്നുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ വെച്ച് ബഹുമാനപ്പെട്ട MLA പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും പുത്തൻചന്തയിലെ പാർട്ടിയും മുണ്ടക്കത്തെ പാർട്ടി ഒന്നാകെ ഇടപെട്ടിട്ടാണ് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ 1.5 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് അവസാന ഘട്ടത്തിലാണ്. 11 kV ലൈൻ വലിച്ചു, 36 ഫ്ലഡ് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ കണക്ഷൻ വലിച്ചു, ചുറ്റും ഫെൻസിങ് തീർത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് രാവിലെ ആൾക്കാർക്ക് നടക്കാനുള്ള ഫുട്പാത്തും ഡ്രെയിനേജിൻ്റെ പണിയാണ്. പിന്നെ 1.5 അടി പൊക്കത്തിലൂടെ നമ്മുടെ ഫുഡ് കോർട്ടാണ്, മണ്ണടിച്ച് പൊക്കണം. ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് മണ്ണടിച്ച് പൊക്കിയാൽ റോളർ കയറ്റി ഉരുട്ടാൻ പറ്റില്ല. അതിൻ്റെ ഒരു താമസമാണ് വന്നത്. അപ്പം ആ പദ്ധതി LDF ഗവൺമെൻറ്റിൻ്റെ കുഞ്ഞാട്. രണ്ടാമത് പുത്തൻചന്തയിൽ 5 കോടി രൂപ മുടക്കി ഒരു മിനി സിവിൽ സ്റ്റേഷൻ, അതിൻ്റെ സോയിൽ ടെസ്റ്റ് കഴിഞ്ഞു, പദ്ധതി ടെൻഡറായി. ജനുവരി 1-ാം തീയതി അതിൻ്റെ തറക്കല്ലിടുകയാണ്. ജനുവരി 1-ാം തീയതി തറക്കല്ലിട്ടാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആ പദ്ധതി പൂർത്തിയാക്കി മുണ്ടക്കയത്ത് ചിതറിക്കിടക്കുന്ന സർക്കാർ ഓഫീസുകൾ പുത്തൻചന്തയിൽ കൊണ്ടുവരാനുള്ള തീരുമാനമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. മൂന്നാമതായി ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്
ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്റർ റിയാസ് മുൻകൈയെടുത്ത് MLA ശ്രമഫലമായി വേക്കുന്ന് അംഗൻവാടിയിലെ ബൈപ്പാസിൽ നിന്ന് ഒരു നടപ്പാലം, അത് നടപ്പാലമാണ്, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റിൽ വെള്ളമൊക്കെ പൊങ്ങുമ്പോൾ വരുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് കയറി നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ സോയിൽ ടെസ്റ്റ് കഴിഞ്ഞു. അതിൻ്റെ പണി ഈ വേനൽക്കാലത്ത് ആരംഭിക്കും. അപ്പം ഈ 3 പദ്ധതികളുടെയും പിതാവ് എന്ന് പറയുന്ന ഇവിടുത്തെ LDF ഗവൺമെൻറ്റാണ്. അപ്പം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അപ്പനാകാൻ ആരും നോക്കണ്ട. ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്താനും പരിപാലിക്കാനുമുള്ള ശേഷിയും ശേവശും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതാണ് എൻ്റെ പ്രിയ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് പുത്തൻചന്തയിലെ തൊഴിലാളികളുടെയും ഓട്ടോക്കാരുടെയൊക്കെ ഒരു ദയനീയ അവസ്ഥ പറഞ്ഞുള്ള ബഹുമാനപ്പെട്ട സുഹൃത്തിൻ്റെ ഓരോ പ്രസ്താവനയാണ്. പുത്തൻചന്തയിൽ വേക്കുന്നേലും ഇതുവരെ ആദ്യമായിട്ടാണ് പുള്ളി ആ ഇടവഴികൾ കാണുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അധികാരം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാനൊന്നുമില്ല. അധികാരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭരണത്തിലെത്തുക എന്നുള്ളതല്ല ആദ്യത്തെ ലക്ഷ്യം. ഇവിടെ നാട്ടിലെ മതേതരത്വവും ജനാധിപത്യവും പുലർന്നു കാണാൻ, അതായത് ഇപ്പോൾ ക്രിസ്മസ് വരികയാണ്. ക്രിസ്മസ് വന്നാൽ ആ ക്രിസ്മസ് കാലത്ത് നമുക്ക് എല്ലാവർക്കും എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തി ഒരു കരോളിന് പോകാനും ഒരു കേക്ക് മേടിച്ച് കുടിക്കാനും ഒരു വീട്ടിൽ പോയി കൂടിയിരുന്ന് ഒരു ക്രിസ്മസിൻ്റെ ഫുഡ് കഴിക്കാനും അതുപോലെ ഓണക്കാലത്ത് എല്ലാവർക്കും കൂടി ഇരുന്ന് ഒരു അത്തപ്പൂ ഇടാനും അവരുടെ ഊഞ്ഞാലാടാനും അതുപോലെ തന്നെ നമ്മുടെ ബലിപ്പെരുന്നാളിൻ്റെ സമയത്ത് എല്ലാവർക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഈ നാട്ടിലുണ്ടാണ്. ഫാസിസം ഇവിടെ പിടിമുറക്കുവാണ്. ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നല്ല, ഏത് തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് ഇവിടുത്തെ മതേതരത്വവും സാഹോദര്യത്വവും നിലനിർത്താനാണ്. നമ്മളൊരു റോഡിൽ ഒരാൾ വണ്ടിയിടിച്ച് വീണാൽ ഓടിപ്പോയി നോക്കി അവൻ്റെ നെറ്റിയിൽ നിസ്കാരത്തരമ്പുണ്ടോ അല്ലെ കഴുത്തെ കൊന്തയുണ്ടോ ഭസ്മക്കുറി ആർത്തിയിട്ടുണ്ടോ എന്നല്ല നമ്മൾ സംരക്ഷിക്കുന്നത്. അങ്ങനെ ആൾക്കാരെ വിഘടിപ്പിച്ച് പോകുന്ന ആ രീതിയിലല്ല ഞങ്ങൾ ഈ പ്രവർത്തനത്തെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ഇതായിട്ടാണ് ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും കാണുന്നത്. പിന്നെ പറയാനുള്ളത് പുള്ളി പറഞ്ഞത് ട്രഷറിയുടെ കാര്യമൊക്കെയാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കണം. നമ്മൾ കേരളമാകെ ഒന്ന് സഞ്ചരിക്കണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ വന്ന മാറ്റങ്ങൾ പ്രകടമാണ്. ഇവിടെ ദേശീയപാത അതോറിറ്റി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നത് അസാധ്യമാണെന്ന് പറഞ്ഞ് ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസ് പൂട്ടിപ്പോയതാണ്. കിഫ്ബി ഫണ്ടിൽ നിന്നും ഏതാണ്ട് 2800 കോടി രൂപ മുടക്കിയാണ് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്ത് നമ്മുടെ ദേശീയപാതകളുടെ പണി അതിവേഗം പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടോയാണെങ്കിലും തീരദേശ ഹൈവേ ആണെങ്കിലും കൊച്ചിൻ മെട്രോ ഇപ്പം നീട്ടാൻ പോവുക. അങ്ങനെ കേരളത്തിൽ സമസ്ത മേഖലയിലും വലിയ പുരോഗതി നടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സ്കൂളുകളെ കാണണം. സർക്കാർ സ്കൂളുകളിൽ നിന്ന് AC സ്കൂളുകളാകുന്നു, ഹൈടെക് ക്ലാസ് മുറികളാകുന്നു, സാധാരണക്കാർ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠിക്കാനുള്ള സാഹചര്യം ഒളിപ്പിക്കും. അപ്പം ഇങ്ങനെ നാടിൻ്റെ സമസ്ത മേഖലയിലും ഈ 10 വർഷം കൊണ്ട് വളരെ മാറ്റമാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഗെയിൽ പൈപ്പിൻ്റെ കാര്യം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഗെയിൽ പൈപ്പിലൊക്കെ ഇവിടുന്ന് ഇട്ടേച്ച് പോയതാണ്. ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ സ്വിച്ച് ഓൺ ആക്കിയാൽ അല്ലെ നോബ് തിരിച്ചാൽ ഗ്യാസ് കിട്ടുന്ന രീതിയിലായിട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സമസ്ത മേഖലയിലും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ UDF ജയിപ്പിക്കണം എന്ന് നാട്ടിലെ ജനങ്ങളൊന്ന് ആലോചിക്കണം. ഈ ക്ഷേമ പെൻഷൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ക്ഷേമ പെൻഷൻ ഇവിടെ ആരംഭിച്ചത് നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അന്ന് 45 രൂപയാണ് ക്ഷേമ പെൻഷൻ. അന്ന് യശസ്വരനായ ശ്രീ K. കരുണാകരനാണ് പ്രതിപക്ഷ നേതാവ്. അന്ന് നിയമസഭയിൽ അതേ ഒരു വർത്തമാനം പറയുകയുണ്ടായി. ഇത് പ്രത്യുത്പാദനപരമല്ല. ഇങ്ങനെ സാധാരണക്കാർക്ക് കൊണ്ട് കാശ് കൊടുത്താൽ അത് പ്രത്യുത്പാദനപരമല്ല. അന്ന് സഖാവ് E. K. നായനാർ സരസമായി പറഞ്ഞത് ഓൻ കൊണ്ടുപോട്ടോ, അവർ പാടത്ത് പണിയെടുക്കുന്നവരല്ലേ, അവരെന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ്. ആ പെൻഷനുകൾ വർദ്ധിപ്പിച്ചാണ് ഇപ്പം 2000 രൂപയിൽ എത്തി നിൽക്കുന്നത്. നമ്മളൊരു കാര്യം വേണം, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് 18 മാസം കുടിശ്ശികയായിട്ട് ഇറങ്ങിപ്പോയൊരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. ഇപ്പം ആ പെൻഷൻ, ആ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർത്തു കൊടുത്തു എന്ന് മാത്രമല്ല, ഘട്ടം ഘട്ടമായി ആ പെൻഷൻ ഇപ്പം 2000 രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഏതാണ്ട് 65 ലക്ഷം പേർക്കാണ് കേരളത്തിൽ പെൻഷൻ കിട്ടുന്നത്. അതായത് 5-ൽ ഒരാൾക്ക് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ കിട്ടുകയാണ്. ഒരു അപ്പനും അമ്മയും ഒരു വീട്ടിലുണ്ടെങ്കിൽ മാസം കറക്റ്റ് 4000 രൂപ കിട്ടുകയാണ്. അപ്പം ആ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണ് അതാണ് നമ്മുടെ വർധന. ഒരേ പദ്ധതിയുണ്ട്, അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള സെമി ഫൈനലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിൽ
പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത് ഞങ്ങൾക്കില്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യത്തിൽ മത്സരിക്കുക എന്നുള്ളതാണ്. ആ കിട്ടുന്ന ആ സ്ഥാനമാനങ്ങൾ ഞങ്ങൾ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാറുമില്ല. അപ്പം ഒറ്റ കാര്യം പറയാം. ഇപ്പം ഇന്നത്തെ പത്രമാധ്യമങ്ങൾ വായിച്ചവർക്കറിയാം, വേൾഡ് ട്രേഡ് സെന്റർ കൊച്ചിൻ ടെക്നോ പാർക്കിൽ ഏതാണ്ട് 12.5 ലക്ഷം ചതുരശ്ര അടിയിൽ 2 ഇരുനില കെട്ടിടം അവിടെ വരികയാണ്. അതിൻ്റെ ടെൻഡർ നടപടിയെല്ലാം പൂർത്തീകരിച്ചു. വേൾഡ് ട്രേഡ് സെന്റർ വരികയാണ്. അപ്പോൾ ഏകദേശം 10,000-ഓളം IT മേലെ യുവതി യുവാക്കൾക്ക് നേരിട്ടും ഏതാണ്ട് 1 ലക്ഷത്തോളം ആൾക്കാർക്ക് അല്ലാതെയും പണി ലഭിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സമസ്ത മേഖലയും മാറുകയാണ്. അപ്പം ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ? പക്ഷെ നമ്മൾ ഈ നാട്ടിലെ മാറുന്ന കാലമൊന്ന് നമ്മൾ കണ്ടുപോകണം. അപ്പം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പദ്ധതികൾ മുഴുവൻ ട്രഷറി ആണേലും തിലകൻ സ്മാരകം ആണേലും ഇതെല്ലാം ഞങ്ങളാണ് കൊണ്ടത്. ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതി നല്ല രീതിയിൽ പൂർത്തിയാക്കാനുള്ള ആർജവമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അതിന് ഇങ്ങനെ മാറി മാറി നിന്ന് ചാടി വരുന്ന ഒരു UDF-കാരൻ്റെ സഹായം ഈ പ്രദേശത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ മണിമലയിൽ നിന്നും കുളിച്ച് 2 നേരം കുളിക്കുന്ന ആളാണ്. ഒരു മാലിന്യ പ്രശ്നമുണ്ട്. നമ്മുടെ മുകളിൽ നിന്ന് വരുന്ന ആ മലിനജലം മണിമലയിലോട്ട് ഒഴുകുന്നത്. ഒരു കാര്യം, 1,65,00,000 രൂപയ്ക്ക് 2 ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ വർക്ക് ടെൻഡറായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മോഡൽ കോൺടെസ്റ്റ് നിൽക്കുന്നതുകൊണ്ടാണ് ആ പണി നടക്കുക. ഒന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിലും ഒന്ന് ബൈപ്പാസിലുമാണ്. ആ പണിയും പൂർത്തിയാക്കും. മുണ്ടക്കത്തിൻ്റെ സമസ്ത മേഖലയിലും ഉള്ള പുരോഗതിക്കായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ശുഭാപ്തി വിശ്വാസം ഒന്നുമല്ല, വിജയം ഉറപ്പാണ്. അത് എൻ്റെ നാട്ടിലെ എൻ്റെ ജനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഈ 2-3 ദിവസത്തെ പ്രവർത്തനങ്ങളിൽ തന്നെ അറിയാം. പല വോട്ടുകളും UDF പ്രതീക്ഷിക്കാത്ത പല വോട്ടുകളും വ്യക്തിപരമായി എനിക്ക് കിട്ടും. ഒന്നുകൂടെ പറഞ്ഞു നിർത്തുകയാണ്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും ഞങ്ങളുണ്ടാക്കിയ പദ്ധതിയുടെ പിതാവാകാൻ ആരും ശ്രമിക്കേണ്ട എന്നുമാണ് എനിക്ക് പറയാനുള്ളത്.